നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത്തവണ ഭൈരവം വരുന്നതേ ചൂരിലുകൊണ്ടായിരിക്കില്ല, ഒലക്കൊണ്ടായിരിക്കും. അതുകൊണ്ട് നിന്നെ തലക്കടിക്കുകയും ചെയ്യും. ഒലക്ക പിടിച്ചു മേടിച്ച് അവന്റെ മുട്ടുകാലിയും തല്ലി ഓടിക്കും. ഭൈരവന്റെ ഉണക്ക താൻ അതും പിടിച്ചോണ്ടിരുന്നു. കഷ്ടം. അതിന് തനിക്ക് എഴുന്നേറ്റ് ആരോഗ്യം ഉണ്ടായിട്ട് വേണ്ടേ? ആരാന്ന് ചോദിച്ചത് കേട്ടില്ലേ? ഇത്രയും സ്റ്റെപ്പോ? എവിടുന്ന് ഇത്രയും നല്ല മണം? നേരത്തെ വെച്ചിരിക്കുക. നോക്കട്ടെ. കൊള്ളാ. അടിപൊളി. അമ്മച്ചിമാര് വെട്ടിയടിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലേ. തീറ്റിക്കാം. വൃത്തിയായിട്ട് കഴിക്കാം. ആരുടെ ഈ സമയത്ത്? നാഗവല്ലിയാണല്ലോ. എന്താ ഉറക്കമൊന്നുമില്ലേ? എടുത്തേക്കാം. ഇല്ല പിന്നെ ഇങ്ങോട്ട് കിട്ടിയെടുക്കും. ഹലോ, വേഗം പറ. ഞാൻ ഭയങ്കര ബിസിയാ. അവിടെ നടന്നത് വല്ലതും അജയ് അറിഞ്ഞോ? അവിടെ എന്ന് പറഞ്ഞ എവിടെ? തന്റെ വീട്ടില് മാണിക്യമംഗലത്ത്. അപ്പൊ നാഗവല്ലി ഇവിടെ ഇല്ലേ? ഇല്ല. പിന്നെ എവിടെയാ? ഞാൻ എന്റെ വീട്ടിലാ. എന്താ പറയാതെ പോയത്? പറയാൻ അവളമാര് സമ്മതിച്ചിട്ട് വേണ്ടേ? അജയനില്ലാത്ത നേരം നോക്കി അവരെന്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയില്ലേ? അയ്യോ, അല്ല അപ്പൊ നാഗവല്ലി ഇല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ എങ്ങനെയാ? ഞാൻ അവിടെ ഇല്ലെങ്കിലും അത് ഭംഗിയായി നടക്കും. അതെങ്ങനെ? ഇന്ന് രാത്രിയില് അവളുമാര് 4 പേരും ചാവും. അല്ല, ഞാൻ അവളുമാരെ കൊല്ലും. പക്ഷെ എങ്ങനെ? നീ മതിലാടുവോ? ഒരു മതിലും ചാടണ്ട. പിന്നെ ഞാനിവിടെ ഇരുന്നാ മതി. അവളുമാരവിടെ പിടഞ്ഞു ചാവും. അവളുമാരുടെ അത്താഴത്തില് ഞാൻ വിഷം കലർത്തിയിട്ടുണ്ട്. അടിപൊളി. അല്ല, അത്താഴെന്ന് പറയുമ്പോ നൂഡിൽസില് അവളുമാർക്ക് വേണ്ടി ആ ഡിക്രൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസില് ഞാൻ നല്ല വീര്യമുള്ള കീടനാശിനി കലക്കിയിട്ടുണ്ട്. കേസ് വരുമ്പോ അവന്റെ മണ്ടക്കിരിക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഹലോ ഹലോ അജയ, കണ്ണുകാണുന്നില്ല. എന്റെ കണ്ണടിച്ചു പോയി. അജയ്, എന്താ ഈ കാണിക്കുന്നേ? ഇവിടെ അജയ, നിനക്ക് എന്താടാ? നീ എന്ത് പരിപാടിയാടെ കാണിക്കുന്നേ? ഞങ്ങളോട് പറഞ്ഞാ പോരായിരുന്നോ? ഞങ്ങൾ വിളമ്പി തരില്ലായിരുന്നോ? എല്ലാം നശിപ്പിച്ചല്ലോ. അതെങ്ങനെയാ? കള്ളു കുടിച്ച അയാൾക്ക് ബോധം ഉണ്ടായിട്ട് വേണ്ടേ? എന്തോ ഈ കാണിക്കുന്നേ? ചെയ്തോ?
അയ്യേ മൂക്കറ്റം കുടിച്ചിട്ടുണ്ട് അതാ. ഏ ഇതൊന്നും അല്ല. പിന്നെ നിനക്ക് കുടിച്ച് നല്ല പരിചയമല്ലേ? ഇവിടെങ്ങാനും വാള് വെച്ച നിന്റെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. നോക്കി നിൽക്കുന്ന മര്യാദക്ക് ഇവിടെ എല്ലാം വൃത്തിയാക്കടാ. ഇന്നെന്തോ കാട്ടുന്നു. ഓ, അപ്പൊ നീ എന്നെ മറന്നിട്ടില്ലല്ലേ? ഇത് പറയാനാണ് ഇപ്പൊ എന്നെ വിളിച്ചത്? അല്ല, ഒരവസാന ശ്രമം കൂടി നടത്താൻ. എത്രയൊക്കെ തള്ളി പറഞ്ഞാലും നിന്റെ പെറ്റ തള്ളയല്ലേടാ ഞാൻ. നിന്നെ എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നീ പോരുന്നുണ്ടോ എന്റെ കൂടെ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ അമ്മേ. എത്ര പറഞ്ഞാലും എന്താടാ നിന്റെ തലയിൽ കേറാത്തത്? നീ എന്താടാ ചെക്കൻ നന്നാവാത്തെ? നീ എന്തിനാടാ അവിടെ കിടന്ന് വെറുതെ അവളുടെ ആട്ടും തുപ്പും കൊള്ളുന്നത്? അവളെന്നെ ആട്ടുന്നതും തുപ്പുന്നതും അമ്മ കണ്ടോ? എന്തിനാ മക്കളെ കാണുന്നത്? ഞാൻ കണ്ടോടത്തോളം തന്നെ ധാരാളാ. മോനെ, അമ്മ പറയുന്നത് കേക്കടാ. നീ അവിടെ നിൽക്കുന്നത് വലിയ അപകടാ. ഇന്നല്ലെങ്കിൽ നാളെ ചെട്ടിയാർ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും. അന്ന് അയാള് നിന്നെ കൊല്ലും. അല്ലാതെ വേറൊന്നും ചെയ്യാൻ അയാൾക്ക് പറ്റില്ലല്ലോ. പണ്ട് നീ ഇത് പറയുമ്പോ അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. നിനക്ക് അവളോടും അവൾക്ക് നിന്നോടുമുള്ള സ്നേഹം കൊണ്ടാണെന്നെങ്കിലും കരുതായിരുന്നു. ഇതിപ്പോ എന്തിനാടാ വെറുതെ നീ നേർച്ച കോഴിയായിട്ട് നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കണത്? ഇതിനുള്ള മറുപടി ഞാൻ ഒരുപാട് തവണ അമ്മയോട് പറഞ്ഞതല്ലേ.